ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം തമ്പുരാൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നമ്മളുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ ദൈർഘ്യമാക്കി തന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറയുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ടൈം ഷെഡ്യൂളുകൾക്കകത്തിരുന്നു കൊണ്ട് തമ്പുരാൻ്റെ വചനം കേൾക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിലുള്ള വന്ദനങ്ങൾ. എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ തൻ്റെ വചനമയച്ച് വൻകാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരം എല്ലാവരുടെ മേലും ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുഖവരകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കലേൽപ്പിച്ച ഒരാത്മീയ ദൂതനകത്തേക്ക് നമ്മൾ ആത്മാവിൽ സഞ്ചരിക്കുന്നു. നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ കൈമാറിയ ദൈവശബ്ദം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം 7-ാം വാക്യം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. കൊരിന്ത്യ സഭയുടെ പ്രാരംഭ ലേഖനത്തിൻ്റെ പ്രാരംഭ സമയത്താണ് തമ്പുരാൻ ഈ വാക്യം പറയുന്നത്, ആത്മാവ് ഈ വാക്യം പറയുന്നത്. അതിന് കാരണം കൊരിന്ത്യ സഭയിൽ 2-3 പ്രതിസന്ധികൾ ഉടലെടുത്തു. 2-3 പ്രതിസന്ധികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പ്രബലമായി പോയ ഒരു സാഹചര്യത്തിലാണ് ഈ വാക്യം പൗലോസിന് പറയേണ്ടി വരുന്നത്. സഭയ്ക്കകത്ത് ആത്മീയ വർധനവുണ്ടാകുമ്പോഴും ആത്മീയ ആരാധനകൾ ഉണ്ടാകുമ്പോഴും ചില പ്രതിസന്ധികൾ സഭയ്ക്കകത്തുണ്ടായി. അത് ഗ്രൂപ്പിസവും പക്ഷം പിടിക്കുകയും അപ്പല്ലോസിൻ്റെ പക്ഷമെന്നും പൗലോസിൻ്റെ പക്ഷമെന്നും കേഫാവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഒരു ചർച്ചയും സംസാരങ്ങളും, പിന്നെ വളരെ വൾഗറായി ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് പൗലോസ് ഈ വാക്കും പറയുന്നത്. നിങ്ങൾ ആരുടെ പക്ഷം പിടിച്ചാലും ആരുടെ കൂടെ നിന്നാലും ദൈവസഭ നടുന്ന ഒരാളാണ്, നനയ്ക്കുന്നത് മറ്റൊരാളാണ്, തമ്പുരാനാണ് വളരുമാറാക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നു, നടുന്നവർക്കോ ഇവിടെ പ്രാധാന്യമില്ല, വെള്ളമൊഴിച്ചവർക്കോ പ്രാധാന്യമില്ല. ഇവിടെ ആർക്കുമല്ല വളർച്ചയ്ക്ക് പുറകിലെ പ്രാധാന്യം. വളർച്ചയ്ക്ക് പുറകിലുള്ള ഏറ്റവും ഗൗരവമുള്ള കാതലായ പ്രാധാന്യം നമ്മുടെ ദൈവത്തിനാണ്. വളർത്താൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു വിശ്വസ്തനാണ്. വളരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കുന്ന പടിയിൽ നിന്ന് അടുത്തൊരു പടിക്കകത്തേക്ക് ചവിട്ടി കയറുവാൻ, അടുത്തൊരു ആത്മീയ വളർച്ച കൊതിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ആത്മീയ വർധനവിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങളെ വളർത്താൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു വിശ്വസ്തനാണ്. കർത്താവ് വളരുമാറാക്കുന്ന ദൈവമാണ്, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റി നിറയ്ക്കാനും വളർത്താനും വർദ്ധിപ്പിക്കാനും നമ്മുടെ കർത്താവ് ശക്തനാണ്, വിശ്വസ്തനാണ്. പൗലോസ് പറയുന്നു, നടുന്നവനും ഇവിടെ പ്രാധാന്യമില്ല, നട്ടവന് പ്രാധാന്യമില്ല, തമ്പുരാൻ അത്രേ വളരുമാറാക്കുന്നത്. വളർത്താൻ കർത്താവ് വിശ്വസ്തനാണ്. വളരുക, ആത്മാവിൽ വളരുക, ദൈവകൃപയിൽ വളരുക, അഭിഷേകത്തിൽ വളരുക. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, വളരാൻ നമുക്കൊരു ദാഹം ഉണ്ടാകണം. വളർത്താൻ കർത്താവ് വിശ്വസ്തനാണ്. ഒരാൾ ഒരു പടിയിൽ നിന്ന് അടുത്തൊരു പടിയിലേക്ക് വളർച്ച ലഭ്യമാകണമെങ്കിൽ അതിനകത്ത് നടക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് പുറകിലേക്ക് ഇറങ്ങി പറയാം. മനുഷ്യൻ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. മനുഷ്യൻ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. നമ്മളെല്ലാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതാണ്. അതുകൊണ്ടല്ലേ കാലങ്ങൾ കഴിയുമ്പോൾ വളർത്തിയ കണക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും വളർത്തുകയാണ്. വളർത്തുക എന്നൊരു പ്രോസസ്സ് ഇവിടെ നടക്കും. 2, കാട്ടിൽ ജനിച്ചു വീഴുന്ന മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും വളർത്തുക അല്ല, തന്നെ വളരുകയാണ്. മാനിൻ്റെ ആകട്ടെ മറ്റു മൃഗങ്ങളുടെ ആകട്ടെ കുഞ്ഞുങ്ങൾ തന്നെ വളരുകയാണ്. അപ്പം 2 രീതിയിൽ ഒരാൾക്ക് വളരാൻ കഴിയും. ഒന്ന്, നമ്മളെ ആരെങ്കിലും വളർത്താൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് സ്വയമായി വളരാൻ കഴിയും. ഇത് രണ്ടും
ആത്മലോകത്തോട് ബന്ധപ്പെട്ടും വളരെ ഗൗരവമുള്ള വാക്കാണ്. തനിയെ നമുക്കൊരാൾക്ക് വളരാൻ കഴിയും, അല്ല മറ്റൊരാളുടെ സഹായത്താൽ നമുക്ക് വളരാൻ കഴിയും. ഇത് രണ്ടും ആത്മീയ ജീവിതത്തിൽ, ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു അനുഗ്രഹമാണ്. നടക്കുന്ന സാധ്യത ഉള്ള ഒരു ദൈവകരമാണ്, ഒരു സ്റ്റെപ്പാണ്. വളരാൻ പറ്റും, വളർത്താൻ പറ്റും. തന്നെ ശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും വളർച്ച പ്രാപിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വളരുവാൻ നിങ്ങളുടെ അകത്ത് ദാഹമറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ വളർത്താൻ വിശ്വസ്തനാണ്. അങ്ങനെ വളർന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയുവാൻ കർത്താവിൽ ഈ സമയം ഉപയോഗിക്കുകയാണ്. വളരുക, വളർത്തുക. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് ഒരു മനുഷ്യനെ പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാകുമ്പോൾ ഒരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? എന്നാൽ ശമൂവേൽ വളർന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അന്ന് ശമൂവേൽ മാത്രമാണോ വളർന്നേ? അവിടെ ഒത്തിരി പേര് വളർന്നില്ലേ? ശമൂവേൽ മാത്രമല്ല വളർന്നത്, ഒത്തിരി പേര് വളർന്നായിരുന്നു, ജനിച്ചവരെല്ലാം വളർന്നായിരുന്നു. പക്ഷെ ശമൂവേലിനെ പറ്റി എടുത്തു പറയുകയാണ്, എന്നാൽ ശമൂവേലോ വളർന്നു. അപ്പൊ ശമൂവേലിന്റെ വളർച്ചയ്ക്കകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ശമൂവേലിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ തുടങ്ങുന്ന 19-ാം വാക്യം തുടങ്ങുന്നതാണ് എന്നാൽ ശമൂവേൽ, എന്നാൽ, എങ്കിൽ എന്നൊക്കെ വാക്കുകൾ ബ്രിഡ്ജ് വേർഡുകളാണ്. എന്താണ് ബ്രിഡ്ജ് വേർഡുകൾ? വിഭിന്നമായ 2 ആശയങ്ങളെ ചേർത്ത് വെക്കുവാൻ, വിഭിന്നമായ 2 ചിന്തകളെ ചേർത്ത് വെക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ബ്രിഡ്ജ് വേർഡുകൾ. ഒരിക്കലും ചേരാത്ത 2 ആശയങ്ങൾ പറയാൻ പോവാം. അങ്ങനെയാണെങ്കിൽ 18-ാം വാക്യം വരെ പറഞ്ഞു വന്ന കാര്യങ്ങളെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് പറയുന്നു 18-ാം വാക്യം വരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ കഴിഞ്ഞു, എന്നാൽ ശമൂവേലോ വളർന്നു. അതിൻ്റെ അർത്ഥം ശമൂവേൽ എന്നൊരു മനുഷ്യന് വളരാൻ കഴിയാത്തൊരു കാലത്താണ് ഈ മനുഷ്യൻ വളർന്നത്. ഒരിക്കലും ഒരു ആത്മീയന് വളരാൻ പറ്റാത്തൊരു കാലം, ഒരാത്മീയന് ഉയരാൻ പറ്റാത്തൊരു കാലം, ഒരാത്മീയന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വളർന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. എൻ്റെ പ്രിയരെ, ആത്മീയന് വളരാൻ ഈ ലോകം ഒരിക്കലും അനുകൂലമല്ല. നിനക്കൊരു വളർച്ച ഉണ്ടാകാൻ കുടുംബത്തിൽ ഒരു സാധ്യതകളോ സാഹചര്യമോ ഉണ്ടാകത്തില്ല. നിന്റെ ജോലിക്കകത്തൊന്നും വളരാൻ നിനക്ക് സാധ്യതകളൊന്നും കാണത്തില്ല. ശുശ്രൂഷപരമായി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാകുവാൻ, ഒരു മൂവ് ഉണ്ടാകുവാൻ, ഒരു വളർച്ച ഉണ്ടാകുവാൻ അനുകൂലമായി ഒരു കാലാവസ്ഥയും കാണത്തില്ല. പക്ഷെ ഞാൻ കർത്താവിൽ നിങ്ങളോട് പറയാൻ പ്രിയരെ, നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുള്ളത് കൊണ്ട് അനുകൂലമല്ലാത്ത കാലാവസ്ഥയ്ക്കകത്തും നിങ്ങളെ വളർത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു വിശ്വസ്തനാണ്. ശമൂവേൽ വളരാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതലാണ് ശമൂവേൽ വല്ലാത്തൊരു കാലത്താണ് പാർക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 3-1 പറഞ്ഞു തുടങ്ങുകയാണ്: ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കലും ഏലി തൻ്റെ സ്ഥലത്ത് പോയി കിടന്നു, കാണുവാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണു മങ്ങിയിരുന്നു. നിങ്ങൾ കണ്ടോ പ്രിയരെ? വചനം ദുർലഭമായ, ദർശനം ഏറെയില്ലാത്ത, സ്തോത്രം, കണ്ണു മങ്ങിപ്പോയ ഒരു വല്ലാത്ത കാലഘട്ടം. രക്തം ജയം, വിളക്ക് കെടുന്ന കാലം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ശമൂവേൽ എന്ന ഒരു ബാലകന് വളരാൻ പറ്റാത്തൊരു വല്ലാത്ത കാലഘട്ടമാണത്. അതിൻ്റെ 13-ാം വാക്യം പറയുക, അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറഞ്ഞു. ദൈവദൂഷണം പറയുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ആരാ ദൈവദൂഷണം പറഞ്ഞറിയാമോ? ഏലി എന്ന പുരോഹിതൻ്റെ 2 മക്കൾ ദൈവദൂഷണം പറയുന്നൊരു കാലഘട്ടം. കാഴ്ച മങ്ങിപ്പോയ കാലഘട്ടം, ദൈവശബ്ദം കേൾക്കാത്തൊരു കാലഘട്ടം, വചനം ദുർലഭമായ കാലഘട്ടം. ഇങ്ങനൊരു കാലഘട്ടം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരുകയാണ്.
എത്ര വരണ്ട സാഹചര്യമാണെങ്കിലും നിങ്ങൾക്കൊന്ന് ആത്മാവിൽ ചലിപ്പാൻ, ആത്മാവിൽ മൂവ് ചെയ്യാൻ, അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത ഏത് വരണ്ട കാലാവസ്ഥയാണെങ്കിലും ദൈവകൃപയ്ക്കകത്ത് ജീവിക്കാൻ തുടങ്ങുക. കിട്ടിയ വെളിപ്പാടിൽ നിന്ന് ഒരു ചുവട് പോലും പുറകോട്ട് വെക്കാതെ, കിട്ടിയ അഭിഷേകത്തിൽ നിന്ന് ഒരു ചുവട് പോലും പുറകോട്ട് വെക്കാതെ ലഭ്യമായ ആത്മശക്തിക്കകത്ത് നിൽക്കാൻ തുടങ്ങിയാൽ നമ്മളെ കർത്താവ് ഉയർത്തിരിക്കും, നമ്മളെ കർത്താവ് വളർത്തിയിരിക്കും. വചനം ദുർലഭമായ കാലഘട്ടം. ഞാൻ അവിടെ നിന്നൊരു കാര്യം പറയട്ടെ പ്രിയരെ, ഞാൻ ആത്മാവിൽ പ്രിയപ്പെട്ടവരോട് കൈമാറാം. ഇനി നടക്കാൻ പോകുന്നൊരു കാലഘട്ടം വചനം ദുർലഭമായൊരു കാലഘട്ടമാണ്. ഇനി വരാൻ പോകുന്നൊരു ആത്മീയ പോരാട്ടം ദൈവസഭയ്ക്ക് നേരെ, ആത്മലോകത്തിന് നേരെ പിശാച് എഴുതി വിടാൻ പോകുന്ന വളരെ അപകടകരമായ ഒരു പോരാട്ടമുണ്ട്. ഒരു ഗൂഢതന്ത്രം ഇപ്പോൾ പിശാച് ആത്മലോകത്ത് ഇറക്കി വിടും. അത് ഞാൻ പറഞ്ഞ വാക്കാണ്, വചനം ദുർലഭമായ ഒരു കാലഘട്ടം വരാൻ പോവാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. വചനം ദുർലഭമായോ? പ്രാർത്ഥന ദുർലഭമായെന്നല്ല, ഉപവാസ പ്രാർത്ഥനകൾ ദുർലഭമാകൂ എന്നല്ല, കൺവെൻഷനും ക്രൂസൈഡും ദുർലഭമാകുമെന്നല്ല. കൂട്ടായ്മ ഉണ്ടായിരിക്കും, ഉപവാസ പ്രാർത്ഥന നടക്കും, പ്രസംഗം നടക്കും, പക്ഷെ വചനം ദുർലഭമായി പോകും. ഇതൊരു ആത്മീയ ലോകത്തുണ്ടാകാൻ പോകുന്ന ഭയങ്കര അപകടമാണ്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറിയ ദൈവശബ്ദമാണ്. ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നടക്കാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനകൾ ഒത്തിരി ഉണ്ടായിരിക്കും, ക്രൂസൈഡും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ വചനം ഒന്ന് കേൾക്കണം. എന്നോട് ആരെങ്കിലും ഒന്ന് വചനം പറഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം എന്നോടൊന്ന് പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ, ഒരു വചനത്തിന് സന്ദേശം പറയുകയാണെങ്കിൽ കൊള്ളാം എന്ന് പറയുമാർ ആത്മലോകത്തിൽ നിന്ന് വചനത്തെ പിശാച് ദുർലഭമാക്കാൻ പോകും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായാലും ആത്മീയൻ പിടിച്ചു നിൽക്കണം. കാര്യം, നിന്റെ മേൽ കർത്താവിൻ്റെ വിളിയുണ്ട്, നീ വളരാനുള്ളവനാണ്. ദർശനമില്ലാത്ത കാലഘട്ടം, കണ്ണു മങ്ങിപ്പോയ കാലഘട്ടം, കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാലഘട്ടം, ഇങ്ങനൊരു വല്ലാത്ത സ്ഥിതിഗതി ഉണ്ടാകുക. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശമൂവേൽ എങ്ങനെയാ വളർന്നത്? ആത്മീയന്മാർക്ക് വളരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. കാര്യം വചനമില്ല, ദർശനമില്ല, കണ്ണു മങ്ങിപ്പോയി, ദൂഷണം പറയുക, ദൈവദൂഷണം പറയുക. വല്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് വളരാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാ വളർച്ച ഉണ്ടാകുമെന്നറിയാമോ? വളരെ കാതലായൊരു വാക്യം, 7-ാം വാക്യമാണ്. ശമൂവേലോ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. ഈ വാക്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്നുവരെയോ ശമൂവേലോ, അന്നുവരെ ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല. അയ്യോ, ശമൂവേൽ ബാലകൻ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ബാലകനല്ലേ? 3-1 ബാലകൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന ഒരു ആലയത്തിലെ ശുശ്രൂഷകനായൊരു ബാലകൻ. അവൻ എല്ലാ സമയത്തും ആലയത്തിലാണ്. ആലയത്തിലെ ശുശ്രൂഷ കാണുന്നുണ്ട്, ആലയത്തിലെ ശുശ്രൂഷകൾക്ക് സഹായമാണ്, അവിടുത്തെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ഓടി നടക്കുന്നൊരു ബാലകൻ. പക്ഷെ 7-ാം വാക്യം പറഞ്ഞോട്ടോ, അതുവരെയോ ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല. അപ്പൊ അതെന്താ പറയുന്നേ? അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അവൻ കേട്ടിട്ടുണ്ട് യഹോവയെന്നും സർവശക്തനാണെന്നും തേജോമയനായ ദൈവമാണെന്നും മഹത്വമുള്ള പ്രഭയുള്ള മഹാദൈവമാണെന്നും ഇതെല്ലാം ശമൂവേൽ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ 7-ാം വാക്യം പറയാം, കേട്ടത് പോരെ മോനെ, അവനെ അറിയേണ്ടതുപോലെ നീ ഒന്ന് അറിയണം. ആത്മാവിൽ വളരാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ വളരാൻ ഇവിടെ ഒരു കുറുക്കുവഴിയില്ല. ആത്മാവിൽ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാകാൻ, അടുത്തൊരു മൂവ് ഉണ്ടാകാൻ, അടുത്തൊരു വർധനവുണ്ടാകാൻ ഒരു ടെക്നിക്കും ഇല്ല, ഒരു കുറുക്കുവഴിയില്ല. തമ്പുരാനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയാൻ തുടങ്ങിയാൽ, കേട്ട ദൈവമല്ല, പാടിയ ദൈവമല്ല, ബൈബിളിനകത്ത് വായിച്ച ദൈവമല്ല, ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവമല്ല, ഞാൻ കേട്ടതും ഞാൻ പാടിയതും പ്രസംഗം കേട്ടതുമായ ദൈവത്തെ എനിക്കൊന്ന് നേരിട്ടറിയാൻ പറ്റുകയാണെങ്കിൽ, എന്നത് ലഭ്യമാകുമോ അന്നു മുതൽ നമ്മുടെ മേൽ ആത്മീയ വളർച്ച തുടങ്ങുകയാണ്, ആത്മീയ വർധനവ് തുടങ്ങാൻ പോവാണ്. അറിയേണ്ടതുപോലെ ഒന്ന് അറിയണം. എപ്പോഴും എൻ്റെ അകത്ത് വന്നു കയറിയൊരു പദം ഞാൻ പറയാം, ഒരു
എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാമും ദൈവവുമായിട്ടൊരു ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. അവിടെ മുതലാണ് നമ്മുടെ ലൈഫിനെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അവിടെ മുതലാണ് ഒരു മനുഷ്യൻ തൻ്റെ ലൈഫ് തിരിയാൻ തുടങ്ങുന്നത്. അന്നുവരെയോ ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല. അപ്പൊ എങ്ങനെയാ ശമൂവേൽ യഹോവയെ അറിഞ്ഞത്? ഒരു തിരശ്ശീലയ്ക്കപ്പുറയും ഇപ്പുറയും രണ്ടുപേര് കിടക്കുന്നു. ഒരു തിരശ്ശീലയ്ക്കപ്പുറേ പുരോഹിതൻ, ഒരു തിരശ്ശീലയ്ക്കിപ്പുറേ ഒരു ബാലകൻ. ഇതാണ് ആ ചിത്രം. തിരശ്ശീലയ്ക്കിപ്പുറേ പെട്ടകമുണ്ട്, പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ബാലകൻ, തൻ്റെ സ്ഥലത്ത് കിടക്കുന്ന പുരോഹിതൻ. ഇതല്ല ചിത്രം? അതെ. ദൈവശബ്ദം വെളിപ്പെട്ടു. ആര് കേട്ടു? പെട്ടകത്തോട് ചേർന്ന് കിടന്ന ബാലകൻ കേട്ടു. എന്താ പുരോഹിതൻ കേട്ടില്ലല്ലേ? ഇല്ല. 3 തവണ ഉണ്ടായിട്ടും പുരോഹിതന് കേൾക്കാൻ കഴിയാത്ത ശബ്ദം ഒരു ബാലകൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. പാരമ്പര്യം പറയുന്നവരും തഴക്കവും പഴക്കവും ഉള്ളവർക്കും കേൾക്കാൻ കഴിയാത്ത ദൈവശബ്ദം പെട്ടകത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കേൾക്കാൻ പോവാണ്. പാരമ്പര്യം പറയുന്ന പഴക്കമുള്ള തഴക്കമുള്ള ആയിരങ്ങൾ ഈ ദേശത്ത് കാണും. പക്ഷെ പെട്ടകത്തോട് ചേർന്ന്, അഭിഷേകത്തോട് ചേർന്ന്, വചനത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ ആർക്കും ലഭ്യമാകാത്ത ദൈവശബ്ദം, ആർക്കും കിട്ടാത്ത വെളിപ്പാട്, ആരും പ്രാപിക്കാത്ത ദൈവകൃപ, ആരും പ്രാപിക്കാത്ത ആത്മശക്തി, ആർക്കും ലഭ്യമാകാത്ത എൻകൗണ്ടർ നമുക്കുണ്ടാകാൻ തുടങ്ങുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം പറയുകയാണ്. സ്തോത്രം. അപ്പൊ എൻ്റെ ചോദ്യം, ശമൂവേലേ, നിങ്ങൾക്ക് മാത്രമേ എന്താ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായത്? നിങ്ങളോട് മാത്രമേ എന്താ കർത്താവ് സംസാരിച്ചത്? അപ്പൊ നിങ്ങളുടെ മേലെ എന്തോ ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ട്. മറ്റാരോടും, പുരോഹിതനോട് പോലും സംസാരിക്കാത്ത ദൈവം ആലയത്തിലെ ഒരു വേലക്കാരൻ, ആ പദം കൂടിപ്പോയെങ്കിൽ സോറി, ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു ശുശ്രൂഷകൻ, പാസ്റ്റർ ഒന്നും അല്ല, അസിസ്റ്റന്റ് പാസ്റ്റർ എന്ന് പറയുകയാണേ, അദ്ദേഹത്തോട് മാത്രമേ എന്താ കർത്താവ് സംസാരിച്ചത്? അദ്ദേഹത്തിന് മാത്രമേ എന്താ ഒരു എൻകൗണ്ടർ ഉണ്ടായത്? അദ്ദേഹത്തിന് മാത്രമേ എന്താ ദൈവശബ്ദം കേൾക്കാൻ പറ്റിയത്? അദ്ദേഹത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് എന്താ കർത്താവ് സംസാരിച്ചത്? കാരണമുണ്ട്. അതിൻ്റെ 3-ന്റെ 1 കാരണം. ശമൂവേലോ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ശമൂവേലോ ഏലിയുടെ മുമ്പാകെ. ആരേലി? ആ ആലയത്തിലെ പുരോഹിതനാണ് ഏലി. എനിക്ക് 3-4 പ്രശ്നമുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ്, കാഴ്ച മങ്ങിപ്പോയ ഒരാളാണ്, ദർശനമൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഭയങ്കര ശോധന അല്ലെങ്കിൽ ഭയങ്കര തകർച്ചയുടെ അവസ്ഥയിൽ പോകുന്ന ഒരു മനുഷ്യനാണ് ഏലി. അങ്ങനെ ഒരു പുരോഹിതൻ ഒരു ആലയത്തിലുണ്ടായിട്ടും ശമൂവേൽ ബാലനോ ഭയങ്കര വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ആലത്തി ചെയ്തു. എൻ്റെ പ്രിയരേ, കാഴ്ചയില്ലാത്തൊരു പുരോഹിതൻ്റെ ആലയത്തിൽ കാണാൻ പറ്റുന്നൊരു ബാലകന് ഉഴപ്പാൻ പറ്റുമായിരുന്നു. പുരോഹിതന് കാണാൻ പറ്റില്ല. ഇവൻ എന്നാ ചെയ്യുന്നതെന്നോ, ശുശ്രൂഷിക്കുന്നുണ്ടോ, ഒന്നും കാഴ്ച മങ്ങിപ്പോയ ഒരാളാ. ശമൂവേലേ, നിനക്ക് അദ്ദേഹത്തെ കബളിപ്പിക്കത്തില്ലായിരുന്നോ? ശുശ്രൂഷി ചെയ്യുന്ന പോലൊക്കെ കാണിച്ച് നിന്റെ രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ഒരു വല്ലാത്ത പരുവത്തിൽ ശുശ്രൂഷിച്ച് പോന്ന പോരായിരുന്നോ? കാഴ്ചയില്ലാത്ത പുരോഹിതന്റെ നടുവിൽ ഒരു ബാലകൻ ഭയങ്കര വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല, ഒരു കളങ്കവും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല. കാഴ്ചയില്ല എന്ന് പറഞ്ഞ് തൻ്റെ രീതിയിൽ താൻ ശുശ്രൂഷിച്ചില്ല. എൻ്റെ ഭാഷക്ക് കാഴ്ചയില്ല, അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ കാര്യം അങ്ങനെയൊന്നും ശമൂവേൽ ചെയ്തില്ലെന്നേ. ഭയങ്കര വിശ്വസ്തയോടെ പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും അശുദ്ധി ചെയ്യാനും അശുദ്ധി സംസാരിക്കാനും അശുദ്ധി കാണാനും കേൾക്കാനും 1000 സാഹചര്യം കാണും. അതിന് നടുവിലും വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, കൃപയോടെ നിൽക്കാൻ തുടങ്ങിയാൽ, ആത്മശക്തി ജീവിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ നടക്കുന്നത് ആര് പുരോഹിതൻ കണ്ടില്ലെങ്കിലും കാണുന്നൊരു ഉടയതമ്പുരനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ശമൂവേലേ, ആർക്കും ലഭ്യമാകാത്തൊരു എൻകൗണ്ടർ നിനക്കുണ്ടായത്. ഞാൻ ആത്മാവിൽ പ്രിയപ്പെട്ടവരോട് കൈമാറാം. വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങാമോ?
കിട്ടിയ വെളിപ്പാടിൽ, ആത്മശക്തിയിൽ ഒരാണ് വിട പോലും പുറകോട്ട് പോകാതെ കിട്ടിയ ദൈവകൃപയ്ക്കകത്ത് താഴമേറി നിൽക്കാൻ തുടങ്ങിയാൽ, ഇവിടെ ആരെയും വളർത്തിയില്ലെങ്കിലും നിങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. നിങ്ങളുടെ വളർച്ചയുടെ കാലം വരികയാണ്. അതിവിദൂരമല്ലാതെ നിങ്ങളുടെ വളർച്ച തുടങ്ങാൻ പോവാണ്. അതിവിദൂരമല്ലാതെ നിങ്ങൾക്ക് എൻകൗണ്ടർ ഉണ്ടാകാൻ പോവാണ്. അതിവിദൂരമല്ലാതെ ഒരു ആത്മശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പോവാണ്. ഓഹോ, ഒരു ചോദ്യം ശമൂവേൽ എന്ന ബാലകനോട് ചോദിക്കുക. ശമൂവേലേ, മോനെ, ഏലി എന്ന് പറയുന്നൊരു വലിയ പുരോഹിതന്റെ മക്കളെ മോൻ അറിയാമോ? ശമൂവേൽ പറയും, അച്ഛാ അറിയാം, രണ്ടുപേരുണ്ട്. അവര് ജീവിക്കുന്ന എങ്ങനെയാന്ന് മോൻ കണ്ടോ? ശമൂവേൽ പറയും, ഞാൻ എന്നും കാണുന്നുണ്ട്. ശമൂവേലേ മോനെ, അവരെങ്ങനെയാ മോനെ ജീവിക്കുന്നേ? ശമൂവേൽ പറയും, അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുക. പുരോഹിതൻ വേല ചെയ്യുന്നുണ്ട്. പുരോഹിതന്റെ മക്കൾ തോന്നുന്ന പോലെ ജീവിക്കുക. മോനെ, നീ മാത്രം എന്താ മോനെ അവരെ പോലെ ജീവിക്കാത്തെ? കാഴ്ചയില്ലാത്ത അപ്പന്റെ മക്കൾ, കാഴ്ച മങ്ങിപ്പോയ അപ്പനെ മക്കൾ പറ്റിക്കുന്നില്ലേ? കബളിപ്പിക്കുന്നില്ലേ? ഉണ്ട്. അപ്പനൊന്നും കാണുന്നില്ലല്ലോ, ഇല്ല. എന്നാ പിന്നെ അവരെ പോലെ നിനക്കും ചെയ്യത്തില്ല മോനെ? ഓ, അതിന്റെ അർത്ഥം എൻകൗണ്ടർ ഉണ്ടാകണമെങ്കിൽ, ഒരു വളർച്ച ലഭ്യമാകണമെങ്കിൽ, വഴിതെറ്റിപ്പോകുന്ന ആയിരങ്ങൾ കാണും കേട്ടോ. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആയിരങ്ങൾ കാണും. പക്ഷെ അവരെ നോക്കി നടക്കരുത്, അവരുടെ പുറകെ പോകരുത്, അവരെ അനുകരിക്കരുത്. അവരുടെ വാക്കുകളോ അവരുടെ ചിന്തകളോ അവരുടെ സംസാരങ്ങളോ നീ മാതൃകയാക്കരുത്. 2 പേർ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ബാലകൻ കർത്താവിൻ്റെ വേലയിൽ അങ്ങനെ അഘോരാത്രം അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മേലെ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ഈ സന്ദേശം കൈമാറുകയാണ്. തെറ്റായ മാർഗത്തിൽ അനേകർ പോയപ്പോഴും, അനേകർ പാപം ചെയ്തപ്പോഴും, ദൈവദൂഷണം പറയും നടക്കുമ്പോഴും, ദൈവത്തിൻ്റെ വേലയെ പരിഹസിക്കുമ്പോഴും, പുരോഹിതന്മാരെ കബളിപ്പിക്കുമ്പോഴും, തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും, കിട്ടിയ വെളിപ്പാടിൽ, കിട്ടിയ അഭിഷേകത്തിൽ, കിട്ടിയ ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തെ അറിയേണ്ട പോലൊന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ലെന്നേ. എന്നിട്ടും അവൻ അത്രയും ഗൗരവത്തിൽ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയരെ, വില കൊടുത്ത് നിൽക്കുന്നവർക്ക് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം പറയുക. വില കൊടുത്ത് നടക്കുക, വില കൊടുത്ത് ജീവിക്കുക, വില കൊടുത്ത് ശുശ്രൂഷിക്കുക. ലോകത്തിൻ്റെ പുറകെ പോകരുത്, പാപത്തിൻ്റെ പുറകെ പോകരുത്, ലോകത്തിൻ്റെ ഒഴുക്കിന് പുറകെ ഒഴുകരുത്. ലോകം ഒഴുകുന്നൊരു വല്ലാത്ത ഒഴുക്കുണ്ട്, ആ കൂട്ടത്തിൽ നീ കൂടരുത്. അങ്ങനെ നിൽക്കാൻ തുടങ്ങിയാൽ അതിവിദൂരമല്ലാതെ നിന്റെ മേൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകാൻ പോവാണ്. രക്തം ജയം. അന്നുവരെയോ ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അതാ ശമൂവേലിനെ യഹോവയെ അറിയാം, അറിയേണ്ടതുപോലെ അവൻ അറിഞ്ഞില്ല. യഹോവയാന്നൊക്കെ അറിയാം. എല്ലാ ആഴ്ചയും സഭയിൽ പോകുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, പ്രസംഗം എഴുതിയെടുക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ഒക്കെയാ. പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാമോ? തമ്പുരാനേ, എനിക്ക് അങ്ങേ അറിയേണ്ടതുപോലെ ഒന്ന് അറിയണമെന്ന് ഒരു ദാഹമകത്ത് ഞാൻ ഈ ദൂത് പറയുമ്പോൾ വന്ന് വീഴട്ടെ. ഒരാത്മദാഹം ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, എനിക്കൊന്ന് അറിയേണ്ടതുപോലെ അങ്ങേ ഒന്ന് അറിയണം. ഇന്നലെ വരെ അറിഞ്ഞ പോലെ അല്ല കേട്ടോ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ അല്ല, ഇന്നലെ വരെ കേട്ടതുപോലെയല്ല, ഇന്നലെ വരെ ബൈബിൾ വായിച്ചതുപോലെയല്ല, ഇന്നലെ വരെ പ്രാർത്ഥനയ്ക്കകത്തിരുന്നത് പോലെയല്ല, ഇന്നലെ വരെ ശുശ്രൂഷിച്ചതുപോലെ അല്ലപ്പാ. ഇന്നലെ വരെ നടന്നതിനേക്കാൾ ഒരു വളർച്ച, ഒരു വർധനവ്, അങ്ങേ അറിയേണ്ടതുപോലെ ഒന്ന് അറിയത്തക്ക നിലവാരത്തിൽ വർധനവനായി ആത്മാവിൽ കൊതിക്കുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്ത് വരുന്നൊരു വാക്ക് പറയാം. ഒരാത്മാവിൽ ദാഹമുണ്ടാകണം, ഒരു ദാഹം ഉണ്ടാകട്ടെ. കർത്താവേ, ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് അങ്ങേ അറിയേണ്ടതുപോലെ ഒന്ന് അറിയാൻ. ഞാൻ ജനിച്ചു വീണതോ വിശ്വാസത്തിലായിരിക്കാം, എൻ്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടായിരിക്കാം, ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ടായിരിക്കാം, എന്തുവാട്ടെ. പക്ഷെ നമുക്കൊന്ന് പറയാം, കർത്താവേ, ഇന്നലെ വരെ അറിഞ്ഞ പോലെ അല്ലപ്പാ, ഇന്നലെ വരെ പ്രാപിച്ചതുപോലെ അല്ലപ്പാ, ഇന്നലെ വരെ നേടിയതുപോലെ അല്ലപ്പാ, ഇന്നലെ വരെ ലഭ്യമായതുപോലെ അല്ല തമ്പുരാനെ. അവിടുന്ന് ഒരു വർധന, ഒരു വളർച്ച എനിക്കൊന്ന് വേണമെന്ന് പറ.
രക്തം ജയം. ഞാൻ ആത്മാവിൽ കൈമാറാം. ഇങ്ങനൊരു ദാഹം അകത്തു വീഴാൻ തുടങ്ങിയാൽ, അറിയേണ്ടതുപോലെ അറിയണമെന്നൊന്ന് പറയാൻ തുടങ്ങിയാൽ, നിങ്ങൾ കുറിച്ചിട്ടു അവിടെ മുതൽ നിങ്ങളുടെ ലൈഫിനെ കർത്താവ് ചേഞ്ച് ആക്കാൻ പോവാണ്. അവിടെ മുതൽ കർത്താവ് നിങ്ങളുടെ ലൈഫിനെ ഉയർത്താൻ പോവാണ്. അവിടെ മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുകയാണ്. അവിടെ മുതലാണ് നിങ്ങളുടെ വർധനവുണ്ടാകുന്നത്. ആ ദാഹമാണ് വർധനവിൻ്റെ തുടക്കം. എൻകൗണ്ടർ ഉണ്ടായവർക്കെല്ലാം ഞാൻ അങ്ങനെ പറയുന്നതിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയേണ്ട പ്രിയരെ, ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുക, അസാധാരണമായ ഒരു ബന്ധം ലഭ്യമാകണമെങ്കിൽ ഒരു ദാഹം അകത്ത് വേണം. ദൈവം ഉപയോഗിക്കുന്നവരുടെ എല്ലാം, കർത്താവിൽ ഓടിയവർക്കെല്ലാം, പ്രയോജനപ്പെടുന്നവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ അവരും ദൈവമായും, അവരും സാന്നിധ്യവുമായും, അവരും വചനവുമായും, അവരും ദൈവകൃപയുമായി എവിടെ വെച്ചോ ഒരു കൂട്ടിയിടി നടന്നിട്ടുണ്ട്. ഒരു അസാധാരണമായ ബന്ധമുണ്ടായിട്ടുണ്ട്. ഒരാൾ ഉയരുന്നത് സാന്നിധ്യത്തിനകത്താട്ടോ, ഒരാൾ ഉയരുന്നത് വചനത്തിനകത്താണ്, ഒരാളുടെ വളർച്ച തുടങ്ങുന്നത് ദൈവശബ്ദത്തിനകത്താണ്. ആരും കേൾക്കാത്ത ദൈവശബ്ദം എനിക്കൊന്ന് കേൾക്കണമെന്ന് പറ. ആർക്കും ലഭ്യമാകാത്ത വെളിപ്പാട് എനിക്കൊന്ന് ലഭിക്കണമെന്ന് പറ. ആരും പ്രാപിക്കാത്ത ആത്മാവിൻ്റെ കൃപ എനിക്കൊന്ന് പ്രാപിക്കണമെന്ന് പറ. ആരും പറയാത്ത പ്രവചനത്തിൻ്റെ ആഴങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് പറ. ആരും പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാപിച്ചിട്ടില്ലാത്തൊരു ആത്മശക്തി എനിക്കൊന്ന് പ്രാപിക്കണമെന്ന് പറയാൻ തുടങ്ങുക. ഇങ്ങനൊരു ദാഹം അകത്ത് വീഴാൻ തുടങ്ങിയാൽ, നിങ്ങൾ കുറിച്ചിട്ടോ പ്രിയരെ, അവിടെ മുതൽ നമ്മുടെ ലൈഫിനെ കർത്താവ് ഉയർത്താൻ തുടങ്ങുകയാണ്. ശമൂവേൽ എന്ന ബാലകന്റെ മേൽ അന്നുവരെ അറിയാത്ത യഹോവയുടെ ശബ്ദം അവൻ ഉണ്ടായത് അവൻ്റെ ശുശ്രൂഷയുടെ ഗൗരവം കൊണ്ടാണ്, ശുശ്രൂഷയുടെ ആധിക്യം കൊണ്ടാണ്, ആ പെർഫെക്ഷൻ കൊണ്ടാണ്. അസിസ്റ്റന്റ് പാസ്റ്റായിരിക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കാം, സഭയിൽ നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കാം, ഒരു പായിടുകായിരിക്കും, ആയിക്കോട്ടെ. നിങ്ങൾ അവിടുത്തെ സിസ്റ്റം ശരിയാക്കുമായിരിക്കും, ഓക്കെ. എടുത്തു പറയാൻ ഒന്നും കാണത്തില്ല. നിങ്ങൾ എല്ലാ ആഴ്ചയും പോയി അവിടുത്തെ ആയിരിക്കും. ഒരു ചെറിയ കാര്യമാണോ കർത്താവിന് വേല നിങ്ങൾ ചെയ്യുന്നത്? എടുത്തു പറയാനോ എഴുതി വെക്കാനോ കുറിച്ചിടുന്ന തക്കതായ ഒരു വലിയ ഗൗരവമുള്ള കാര്യം ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നേ ആണെങ്കിലും അത് കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നവർ കേട്ടോ, നിങ്ങളുടെ മേൽ ഒരാത്മശക്തി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. 7-ാം വാക്യം മുതലാണ് ശമൂവേൽ എന്നൊരു മനുഷ്യൻ്റെ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങുകയാണ്. രക്തം ചെയ്യും. അന്നുവരെ അറിയാത്ത യഹോവയുടെ ശബ്ദം അവൻ കേട്ടു. അതുവരെ കേട്ടില്ല. ആലയത്തിൽ വർഷങ്ങളായി ശുശ്രൂഷിക്കുക, പക്ഷെ അന്നുവരെ കേൾക്കാത്ത ദൈവശബ്ദം അവൻ കേട്ടു. ഇന്നുവരെ ദൈവശബ്ദം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് പ്രസംഗം കേൾക്കുന്ന കാര്യമല്ല കേട്ടോ. പ്രസംഗത്തിനകത്ത് ദൈവം സംസാരിക്കും, വചനം വായിക്കും, ഓക്കെ. ഇതല്ലാതെ നേരിട്ടൊരു ശബ്ദം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കേട്ട ശബ്ദം നഷ്ടമായി പോയവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പണ്ടെപ്പോഴോ കേട്ടു ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ കേട്ടു, നഷ്ടമായി പോയ ദൈവശബ്ദം കർത്താവ് വീണ്ടും മടക്കിത്തരാൻ പോവാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാൻ പ്രിയരെ, നഷ്ടമായി പോയ ദൈവശബ്ദം, നഷ്ടമായി പോയ ദൈവശബ്ദത്തിൻ്റെ കൈമാറ്റം ആത്മാവ് നമ്മുടെ മേൽ മടക്കി തരികയാണ്. പൊട്ടിപ്പോയ ചങ്ങലകളെ വിളക്കിച്ചേർക്കുന്ന പോലെ കൈവിട്ടുപോയെന്ന് വിചാരിച്ച ഇന്നലകളിൽ കേട്ടു, പണ്ടെപ്പോഴോ ഞാൻ ദൈവശബ്ദം കേട്ടു, പക്ഷേ ഈ കാലഘട്ടമായപ്പോൾ എനിക്കൊരു ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, എനിക്കതിന് ദാഹമുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ആത്മാവ് ഞാൻ ഈ സന്ദേശം കൈമാറുകയാണ്. നഷ്ടമായി പോയ ദൈവശബ്ദത്തെ അവൻ വീണ്ടും മടക്കിത്തരാൻ പോവാണ്. കൈവിട്ടുപോയ ദൈവശബ്ദത്തെ അവൻ വീണ്ടും മടക്കിത്തരാൻ പോവാണ്. പുരോഹിതന്മാർ കേൾക്കാത്ത, പാരമ്പര്യം പറഞ്ഞവർ കേൾക്കാത്ത, നിന്റെ കുടുംബത്തിൽ ആരും കേൾക്കാത്ത, നിന്റെ സഭയിൽ ആരും കേൾക്കാത്ത, നിന്റെ ശുശ്രൂഷ വൃന്ദങ്ങൾക്കകത്ത് ആർക്കും പ്രാപിക്കാത്ത, ആരും ലഭ്യമാകാത്ത ഒരു ദൈവശബ്ദം നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവാണ്. അതിൻ്റെ മിടുക്ക് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, നീ ചെയ്ത വേല കണ്ടിട്ടാണ്. ചെറിയ കാര്യം ഭയങ്കര വിശ്വസ്തയോടെ നീ ചെയ്യുന്നത് കർത്താവ് കാണുന്നുണ്ട്. അത് കണ്ടോണ്ടാണ് നിന്നോട് കർത്താവ് സംസാരിക്കാൻ പോകുന്നത്. അന്നുവരെയോ യഹോവ ശമൂവേൽ യഹോവയെ അറിയേണ്ടത് പോലെ അറിഞ്ഞില്ല. ഇനി ശ്രദ്ധിച്ചോണേ, ശമൂവേൽ വളർന്നു. ഇത്രയും കാലഘട്ടം കഴിഞ്ഞു. ഒരു
എൻകൗണ്ടർ തനിക്കുണ്ടായി. കർത്താവിൻ്റെ ഭയങ്കര ശബ്ദം തൻ്റെ മേൽ വന്നു വീണു. ഇതുവരെ കേൾക്കാത്ത ദൈവത്തെ താൻ അറിയാൻ തുടങ്ങി. ഇതുവരെ ആരൊക്കെയോ പറഞ്ഞൊരു ദൈവശബ്ദത്തെ താൻ കേൾക്കാൻ തുടങ്ങി. കേട്ട് 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 പോയ ശമൂവേൽ, പക്ഷെ ദൈവശബ്ദം അറിയേണ്ടതുപോലെ ശമൂവേൽ അറിഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 19 വാക്യം പറഞ്ഞത്, എന്നാൽ ശമൂവേലോ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ശമൂവേൽ വളർന്നു. ഇത്രയും കാലഘട്ടം കഴിഞ്ഞു. ഒരു ദൈവശബ്ദം തൻ്റെ മേൽ വന്നു വീണത് മുതൽ ശമൂവേലിൻ്റെ വളർച്ച തുടങ്ങുക. ഇനി ശ്രദ്ധിച്ചോണേ, 20 വാക്യം പറയാണ്, ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. അയ്യോ, ദാൻ മുതൽ ബേർഷേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. അയ്യോ, ആരായി പോയെ? ആലയത്തിൽ ഒരു ബാലകനായി ശുശ്രൂഷിച്ച് തുടങ്ങിയ ഒരു ബാലകൻ. ആലയത്തിലെ ശുശ്രൂഷകനായിരുന്നു. പെട്ടകത്തോട് ചേർന്ന് പോയി കിടക്കുക, പെട്ടകവുമായിട്ട് അടുത്ത് ഇടപഴകുക, ആലയത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ആലയത്തിൽ ശുശ്രൂഷിച്ചു വന്നൊരു ബാലകൻ. 3:1 ആലയത്തിൽ ശുശ്രൂഷിച്ച ബാലകൻ 3:20 ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. രക്തം ചെയ്യും. തുടക്കം ചെറുതായിട്ടാണ്, പക്ഷെ അവിടെ മുതൽ ശമൂവേലിന്റെ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്തത് ഒരു ശബ്ദത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും എൻകൗണ്ടറാണ്. രക്തം ചെയ്യും. ശമൂവേലേ, ഇന്നലെ വരെ ആലയത്തിൽ വരുന്ന 3-4 പേർക്ക് നിന്നെ അറിയാം അല്ലേ? പുരോഹിതനറിയാം, പുരോഹിത മക്കൾക്കറിയാം. പിന്നെ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുറച്ച് പേർക്ക് ശമൂവേൽ എന്നൊരു ബാലകൻ ആലയത്തിൽ ഉണ്ടെന്നൊക്കെ അറിയാം. അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇടയിൽ സംസാരിച്ചൊരു ബാലകൻ ഉണ്ട് കേട്ടോ, നല്ല ശുശ്രൂഷയാണ്, പുരോഹിതനെ കണ്ണു മങ്ങിയിരിക്കുക, എന്നിട്ടും ആ ബാലകൻ നന്നായിട്ട് കർത്താവിനെ സേവിക്കുന്നുണ്ട്, ആലയത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവൻ പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുക കുറച്ച് പേര് പറയുന്നുണ്ട്. പക്ഷേ ശമൂവേൽ എന്ന് യഹോവയെ അറിഞ്ഞോ, അന്നു മുതൽ ആലയത്തിൽ മാത്രമല്ല അവൻ അറിയപ്പെട്ടത്, ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടത്തക്ക നിലവാരത്തിൽ ഒരു പ്രവാചകനായി. ഒരു എൻകൗണ്ടർ നമ്മുടെ മേൽ ഉണ്ടായാൽ, ഒരു ദൈവശബ്ദത്തിൻ്റെ കൈമാറ്റം നമ്മുടെ മേൽ വന്നു വീണാൽ, ഒരു സാന്നിധ്യമായിട്ട് നമ്മൾ കണക്റ്റ് ആയാൽ നമ്മുടെ പരിധി മാറും, നമ്മുടെ പരിമിതി മാറും. ഇന്നലെ വരെ അറിഞ്ഞത് ചെറിയൊരു കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ, വളരാൻ ആഗ്രഹമുള്ള ആരെങ്കിലും കേട്ടു, നിങ്ങൾ ആത്മാവിൽ ആ ദൂത ഗ്രഹിച്ചു, നിങ്ങളുടെ വളർച്ച ദാൻ മുതൽ ബേർഷേബ വരെ ഒരു കൂട്ടം ആളുകൾ നിന്റെ പേര് കേൾക്കാൻ പോവാണ്, നിന്നെപ്പറ്റി അറിയാൻ പോവാണ്, നീ പ്രസിദ്ധനാകാൻ പോവാണ്. രക്തം ചെയ്യാം. ഒരു കുറുക്കു വഴിയില്ല കേട്ടോ. ആലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നൊരു ബാലകനെ ഒരു പ്രവാചകനായി ഉയർത്തിയത് ഒരു ദൈവശബ്ദത്തിൻ്റെ എൻകൗണ്ടർ ആണെങ്കിൽ, ഞാൻ ആത്മാവി കൈമാറാം. നിന്റെ പരിധി മാറുക കേട്ടോ, നിന്റെ പരിമിതി മാറാൻ പോവാ, നിന്റെ ലിമിറ്റേഷൻ മാറാൻ പോവാ. ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നീ ഇന്നലെ വരെ ശുശ്രൂഷിച്ചെങ്കിൽ, ഇന്നൊരു ചെറിയ കൂട്ടത്തിൽ നീ ജീവിച്ചെങ്കിൽ, അവിടുന്ന് നിന്നെ ഉയർത്തുന്നൊരു ദൈവശബ്ദമുണ്ട്. അവിടുന്ന് നിന്നെ ഉയർത്തി മാനിക്കുന്ന, നിന്റെ പരിമിതികൾക്കും നിന്റെ പരിധികൾക്കും അപ്പുറയായി നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ, ഒരു ദൈവശബ്ദത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, ഒരു കണ്ടുമുട്ടലുണ്ട്, ഒരു എൻകൗണ്ടർ ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ. വളരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാൻ പറയുന്നത്, വളരാൻ നിങ്ങൾക്ക് ഒരു കുറുക്കു വഴിയില്ല കേട്ടോ. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ ജോലിയിൽ ഒക്കെ നിങ്ങൾക്കൊന്ന് ഒരു ഗ്രേഡ് കൂടുവാൻ, ഒരു വർധനവുണ്ടാകുവാൻ, വളർച്ച ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, ഒരു ടെക്നിക്കും ഇല്ല, ഒരു കുറുക്കു വഴിയില്ല, ഒരു പോം വഴിയില്ല. സാന്നിധ്യമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണം. അറിയേണ്ടതുപോലെ കർത്താവിനെ അറിയണം. വചനവുമായിട്ട് നമുക്കൊരു കൂട്ടിയിടി നടക്കണം. വചനവുമായിട്ട് നമുക്കൊരു സമ്മേളനം ഉണ്ടാകണം. ദൈവവുമായിട്ട് നമുക്ക് വ്യക്തിപരമായ അടുപ്പം ഉണ്ടാകണം.
കൃപയുമായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ കുറിച്ചിട്ടു, ദാൻ മുതൽ ബേർശെബ വരെ എന്ന് പറഞ്ഞാൽ ആലയത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഞാൻ ആത്മാവിൽ പറയാം, വിശ്വസ്തയോടെ വേല ചെയ്യുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 3-4 വാക്യമുണ്ട് കേട്ടോ. ദൈവശബ്ദം കേട്ടു, ദൈവശബ്ദം കേട്ടു. ദൈവം വിളിച്ച വിളി ആദ്യം തനിക്ക് മനസ്സിലായില്ല. താൻ ഓടിച്ചെന്ന് പുരോഹിതനെ വിളിക്കുന്ന വിളിയുണ്ട്. അടിയനിതാ അരുളി ചെയ്താലും. അയ്യോ, എത്ര ഭവ്യതയോടെ, എത്ര സ്നേഹത്തോടെ, എത്ര ആദരവോടെ, എത്ര ആർദ്രതയോടെ വിളിക്കുന്നേ. എൻ്റെ പൊന്നുമോനെ, കാഴ്ചയില്ലാത്ത പുരോഹിതനാ പുള്ളി. എന്നിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനവും, അദ്ദേഹത്തിന് കൊടുക്കേണ്ട വിലയും, അദ്ദേഹത്തിന് കൊടുക്കേണ്ട പൊസിഷനും കൊടുത്ത് ഭയങ്കര നിഷ്കളങ്കമായി വേല ചെയ്തൊരു ബാലകനല്ലേ. രക്തം ജയം, രക്തം ജയം. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ വീണ്ടും ആത്മാവിൽ വീണ്ടും ഈ വാക്കിനെ ആവർത്തിക്കുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ വീണ്ടും എന്നോട് ഈ ദൂത് പറയാൻ, ഈ വചനം പറയാൻ എൻ്റെ അകത്ത് വരിക കേട്ടോ. നിഷ്കളങ്കതയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം കേട്ടോ. ഒരു കളങ്കമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യണം. കാപട്യമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഒരു കൂട്ടിച്ചേർക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യണം. വില കൊടുത്ത് കർത്താവിൻ്റെ വേല ചെയ്യണം. വഴിതെറ്റി പോകുന്ന, തെറ്റ് ചെയ്യുന്ന, അശുദ്ധി ചെയ്യുന്ന ഒക്കെ തെറ്റായ രീതി ആയിരങ്ങൾ കാണും കേട്ടോ. ശുശ്രൂഷയ്ക്കകത്തും കൃപയ്ക്കകത്തും അഭിഷേകത്തിനകത്തും ദൈവത്തിൻ്റെ വേലയ്ക്കകത്തും മിനിസ്ട്രിക്കകത്തും ഭയങ്കര വിശ്വസ്തയോടെ നിങ്ങൾ വേല ചെയ്യാൻ തുടങ്ങുക. വിശ്വസ്തയോടെ ജീവിക്കാൻ തുടങ്ങുക. കളങ്കമില്ലാതെ നിൽക്കാൻ ശ്രമിക്കുക. കാപട്യമില്ലാതെ ജീവിക്കാൻ തുടങ്ങുക. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലെവല് ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു വിശ്വസ്ത പ്രവാചകനായിട്ട് ഒരു മനുഷ്യനെ കർത്താവ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തയോടെ വേല ചെയ്തവരുടെ മേൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളുടെ പേര് മാറും, നിങ്ങളുടെ പരിധി മാറും, നിങ്ങളുടെ ലിമിറ്റേഷൻ മാറും, നിങ്ങളെ പ്രസിദ്ധനാക്കും. നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ മിനിസ്ട്രിയെ നാടും ലോകവും അറിയത്തക്ക നിലവാരത്തിൽ എൻ്റെ കർത്താവ് ഉയർത്താൻ വിശ്വസ്തനാണ്. ഇത് പറയുമ്പോൾ ഒരു വാക്യം പറയാം. യേശുവിൻ്റെ ശ്രുതി ദേശമെങ്ങും പരന്നതുപോലെ നിങ്ങളെ പറ്റിയുള്ള വാർത്തകൾ രാജ്യങ്ങൾ അറിയും. നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റിയുള്ള വാർത്തകൾ പട്ടണങ്ങൾ അറിയും. നിങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള വാർത്തകൾ രാജ്യങ്ങൾ കേൾക്കത്തക്ക നിലവാരത്തിൽ ദൈവം വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ അടുത്തൊരു വാക്യം പറയട്ടെ. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. അയ്യോ, അതിനും ഗൗരവമുണ്ട്. എന്താ ഗൗരവം? ആലയത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്തവൻ. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായിട്ടും അദ്ദേഹം വിശ്വസ്തനായിരുന്നു. അയ്യോ, 2 കാര്യം നിങ്ങൾ കണ്ടോ. ആലയത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത പുരോഹിതന്റെ കീഴിൽ വേല ചെയ്യുമ്പോഴും അന്ന് അദ്ദേഹത്തെ അറിയാൻ അവിടെ കുറച്ച് പേരേ ഉള്ളൂ. എന്നിട്ട് ഉയർന്ന് ഭയങ്കര വലിയ പ്രവാചകനായി. ദാൻ മുതൽ ബേർശേബ വരെ അറിയുന്ന, ലോകം അറിയുന്ന ഭയങ്കര പ്രവാചകനായി. എന്നിട്ടും ഈ മനുഷ്യൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു. വളരാൻ കൊതിയുണ്ടോ? വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യണം. എന്താ പ്രശ്നം? ഇവിടെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപകടം പറയട്ടെ. ശുശ്രൂഷ തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര വിശ്വസ്തയായിരുന്നു. മിനിസ്ട്രിക്കകത്ത് വന്നപ്പോഴൊക്കെ ഭയങ്കര വിശ്വസ്തയായിരുന്നു, ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. കളങ്കമില്ലാതെ ജീവിച്ചു, ഭയങ്കര ആർദ്രതയോടെ ജീവിച്ചു. പക്ഷെ അവിടുന്ന് വളർന്ന് ഒരു ഉയർച്ച ലെവലെത്തിയപ്പോൾ, ഒരു വർധന ലെവലെത്തിയപ്പോൾ, ഭയങ്കര പ്രസിദ്ധി എത്തിയപ്പോൾ ചെറിയൊരു ഒരു അവിശ്വസ്തതകൾ അല്ലേ? നോ 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 പാടില്ല. ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിരുന്നോ, എത്ര വിശ്വസ്തമായി കർത്താവിനെ സ്നേഹിച്ചോ, എത്ര വിശുദ്ധിയോടെ നടന്നോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിരിക്കണം നമ്മൾ വളരുമ്പോഴും. അടുത്തൊരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുമ്പോഴും ആ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര വിശ്വസ്തനായിരിക്കും കർത്താവിന്. സ്തോത്രം. വളരാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ, വർധനവൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അടുത്തൊരു ലെവലിലേക്ക് നടന്നു കയറാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാവിൽ കേട്ടു, നമ്മുടെ മേൽ എൻകൗണ്ടർ ഉണ്ടാകും. ഒരാളെ പറ്റി മാത്രം ഒന്ന് തൊട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. എബ്രായ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്. 11-ാം അധ്യായത്തിനകത്ത്, 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ
തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. എന്നാൽ മോശ വളർന്നു എന്ന വാക്കാണ്. എന്താ വാക്കിനർത്ഥം? മോശയ്ക്ക് വളരാൻ പറ്റാത്തൊരു കാലഘട്ടം. ജനിച്ചു വീണതൊന്നും വളർന്നിട്ടില്ല. അവിടെ ജനിച്ചു വീണ സകലത്തെയും ഫറവോനും തന്റെ സൈന്യം കൊന്നുകളഞ്ഞു. വീണതെല്ലാം, ജനിച്ചതൊന്നും വളരാത്ത കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വളർന്നു. ഞാൻ ആത്മാവി പറയാം, എല്ലാവരും തകർന്നു പോയെടുത്ത്, എല്ലാവരും പട്ടുപോയെടുത്ത്, എല്ലാവരും ഇല്ലാതായി പോയെടുത്ത് വിളിയുള്ള നീ വളരാൻ പോവുകയാണ്. ദൈവകൃപയുള്ള നീ വളരാൻ പോവുകയാണ്. ദൈവ അഭിഷേകമുള്ള നമ്മുടെ സഭ, നമ്മുടെ മിനിസ്ട്രി വളരാൻ പോവുകയാണ്. ആരും വളരാത്ത ദേശത്ത്, ആരും ഉയരാത്ത കാലഘട്ടത്തിൽ നമ്മുടെ സഭ വളരാൻ ഒരു സാധ്യതയില്ല. അവിടെ ആരൊക്കെ സഭ തുടങ്ങിയോ എല്ലാ സഭയും തകർന്നു പോയി. നോ, നീ വളരാൻ പോവുകയാണ്. ആരും വളരാത്തടത്ത്, ആരും ഉയരാത്തടത്ത്, ആരും അടുത്ത ലെവല് പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ നമ്മൾ ഉയരാൻ പോവുകയാണ്. ദൈവം നമ്മളെ വളർത്താൻ വിശ്വസ്തനാണ്. വളരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് വിശ്വസ്തതയായിരിക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുക, ഒരു എൻകൗണ്ടർ പ്രാപിക്കുക, ആരും കേൾക്കാത്ത പോലെ സാന്നിധ്യത്തെയും അഭിഷേകത്തെയും പ്രാപിക്കുക. ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ കർത്താവ് വളർത്താൻ പോവാണ്. നമ്മുടെ വളർച്ച തുടങ്ങുകയാണ്. എല്ലാ കണ്ണുമടച്ചു, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാണ്. ഞങ്ങളുടെ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കാൻ ദൈവത്രയെന്ന് വചനമായിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ വളർച്ച തുടങ്ങുകയാണല്ലോ അപ്പാ, ഞങ്ങളുടെ വളർച്ച തുടങ്ങുകയാണ്. വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്തു. കളങ്കമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പുരോഹിതന്മാരെ കബളിപ്പിക്കാതെ, പുരോഹിതന്മാരെ മക്കൾ പാപം ചെയ്യുന്ന കാലഘട്ടത്തിൽ അവരുടെ കൂടി പാപം ചെയ്യാതെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ദൈവകൃപയോടെ പെട്ടകത്തോട് ചേർന്നിരിക്കുന്ന, ആത്മവചനത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങുന്നവർ മേൽ ഒരു എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ, ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ഒരു സാന്നിധ്യത്തിൻ്റെയും വചനത്തിൻ്റെയും ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകട്ടെ. ആ കൂട്ടിമുട്ടൽ അവരുടെ വളർച്ചയുടെ തുടക്കമാണല്ലോ. അവിടെ മുതൽ അവർ ലെവൽ ഉയരുകയാണല്ലോ. ഇന്നലെ പോയതിനേക്കാൾ, ഇന്നലെ ശുശ്രൂഷിച്ചതിനേക്കാൾ, ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ, ഇന്നലെ പ്രസംഗിച്ചതിനേക്കാൾ ഒരു വർധനവുണ്ടായ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. മിനിസ്ട്രി വളരുന്ന കൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷ വളരുന്ന കൃപയ്ക്കായി സ്തോത്രം. കുടുംബം വളരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഈ വചനത്താൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താൽ കൃപകൾക്കധിപതിയേ പകരും പുതുകൃപദാസരിന്മേൽ. അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താൽ കൃപകൾക്കധിപതിയേ പകരും പുതുകൃപദാസരിന്മേൽ. സർവജഡത്തിന്മേൽ നിന്റെ ആത്മാവേ പകരുമെന്നല്ലോ നിന്റെ വാഗ്ദത്തം നാഥാ. സർവജഡത്തിന്മേൽ നിന്റെ ആത്മാവേ പകരുമെന്നല്ലോ നിന്റെ വാഗ്ദത്തം നാഥാ. അന്ത്യകാലമല്ലോ യാചിക്കുന്നടിയാൻ അയക്കണം ആത്മമാരി. ഓ അന്ത്യകാലമല്ലോ യാചിക്കുന്നടിയാൻ അയക്കണം ആത്മമാരി. അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താൽ കൃപകൾക്കധിപതിയേ പകരും പുതുകൃപദാസരിന്മേൽ. അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താൽ കൃപകൾക്കധിപതിയേ പകരും പുതുകൃപദാസരിന്മേൽ. വിശിടുക കാറ്റേ ഇന്നീ തോട്ടത്തിൽ സുഗന്ധം പരന്നിടുവാൻ എൻ്റെ പ്രിയനിൽ. വിശിടുക കാറ്റേ ഇന്നീ തോട്ടത്തിൽ സുഗന്ധം പരന്നിടുവാൻ എൻ്റെ പ്രിയനെ. കാറ്റടിക്കുന്നതോ ഇഷ്ടമുള്ളിടത്ത് ആഞ്ഞടിക്കട്ടെ നീ
പുതു കൃപദാസരിന്മേ അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാൻ സ്വർഗീയാനുഗ്രഹത്താ കൃപകൾക്കധിപതിയെ പകരും പുതു കൃപദാസരിന്മേ ഓടിയട്ടെ എല്ലാ അന്യകൊമ്പുകൾ തകരട്ടെ ശത്രുവിന്റെ കോട്ടകളെല്ലാം ഓടിയട്ടെ എല്ലാ അന്യകൊമ്പുകൾ തകരട്ടെ ശത്രുവിന്റെ കോട്ടകളെല്ലാം ഉയരട്ടെ ഇന്ന് യേശുവിന്റെ നാമം നിറയട്ടെ തൻ ജനങ്ങൾ ഉയരട്ടെ ഇന്ന് യേശുവിന്റെ നാമം നിറയട്ടെ തൻ ജനങ്ങൾ അനുഗ്രഹത്തിൻ കുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താ കൃപകൾക്കധിപതിയെ പകരും പുതു കൃപദാസരിന്മേ അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താ കൃപകൾക്കധിപതിയെ പകരും പുതു കൃപദാസരിന്മേ അസാധ്യമല്ലൊന്നും എന്റെ ദൈവത്താ കുഴികൾ നീ വെട്ടുമോ ഈ മരുഭൂമിയിൽ അസാധ്യമല്ലൊന്നും എന്റെ ദൈവത്താ കുഴികൾ നീ വെട്ടുമോ ഈ മരുഭൂമിയിൽ കാറ്റു കാണുകില്ല കോളും കാണുകില്ല നിറയ്ക്കും കുഴികളവൻ ഓ കാറ്റു കാണുകില്ല കോളും കാണുകില്ല നിറയ്ക്കും കുഴികളവൻ അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താ കൃപകൾക്കധിപതിയെ പകരും പുതു കൃപദാസരിന്മേ അനുഗ്രഹത്തിനുറവേ നിറയ്ക്കാം സ്വർഗീയാനുഗ്രഹത്താ കൃപകൾക്കധിപതിയെ പകരും പുതു കൃപദാസരിന്മേ